സെക്കൻഡ് മോഡ്യൂളിൽ ലാസ്റ്റുള്ള ചെറിയൊരു ടോപ്പിക്കാണ് ഡയഫിൻ്റെ ഇക്വേഷൻ. ഡയഫിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞു വെക്കണം, അതിൻ്റെ ഒരു തിയറോ അത്രയേ ഉള്ളൂ. എസ് എ പാർട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇത്, അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. ശരി, സിമ്പിളാണ്. ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. സാധാരണ ഇക്വേഷൻ ഡയഫിൻ്റെ ഇക്വേഷൻ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് ടു ബി സോൾവ്ഡ് ഇൻ ഇൻറ്റിജേഴ്സ്, സൊല്യൂഷൻസ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കാം. ഇപ്പോൾ y² = x³ + k എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ. ഈ എക്സാമ്പിളിനെ എടുക്കാൻ കാരണം തിയറോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ തന്നെ പറയുന്നത്. കെ ഒരു ഇൻറ്റിജർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കെയുടെ വാല്യൂ കൊടുത്തിട്ട് 1-2 ഇക്വേഷൻസ് കാണിച്ചു തരാം. ഇപ്പോൾ y² = x³ + 9 എടുത്ത് നിർത്താം. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ വാല്യൂസാണ് സൊല്യൂഷൻ. അപ്പോൾ ഞാനിതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും കണ്ടുപിടിച്ചത് x3 കൊടുത്തു കഴിഞ്ഞാൽ 3³ 27 + 9 36 കിട്ടും. അപ്പോൾ x3 y = 6 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനാണ്, ഇൻറ്റിജർ സൊല്യൂഷനാണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ k = 12 എടുത്ത് നോക്കി. അപ്പോൾ y² = x³ + 12 വരും. ഈ ഇക്വേഷനിലാണെങ്കിലും അതെ, എക്സിന് ഞാൻ -2 y = 2 കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷനായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പം കെയുടെ വാല്യൂ 9 12 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത ചോദ്യം, കെയുടെ വാല്യൂ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുതന്നെയാണ്, എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡയഫിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, y² = x³ + k. 9ഉം 12 ഒക്കെ കൊടുത്തപ്പോൾ സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഏത് കെക്ക്? അതാണ് ചോദ്യം. ഇഫ് കെ ഹാസ് ദ ഫോം 4n - 1 3 - 4m². നിങ്ങൾക്ക് എന്നും എം ഒക്കെ ഇൻറ്റിജേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതിൽ തന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഫോമാറ്റിൽ എടുക്കുന്ന കെ വാല്യൂസിന് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നും എമ്മും ഇൻറ്റിജേഴ്സ് ആണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്നിന് 1 കൊടുക്കാം, എമ്മിന് 3 കൊടുക്കാം, ഇതൊക്കെ പറ്റും. പക്ഷേ എന്നിന് റെസ്ട്രിക്ഷൻ ഇല്ല, എമ്മിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നും ഇൻറ്റിജേഴ്സ് ആണ്, സച്ച് ദാറ്റ് നോ പ്രൈം p കോൺഗ്രുവൻറ്റ് - 1 mod 4 ഡിവൈഡ്സ് m. ഈ ഒരു സെൻറ്റൻസ് ആണ് കുറച്ച് നിങ്ങൾ കൺഫ്യൂസ് ആയി പോവുക. ഫസ്റ്റ് ഇത് മനസ്സിലാക്കാം, കെ ഈ ഫോമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയഫിൻ്റെ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ തന്നെ ഈ ഫോമാറ്റിൽ എമ്മിനൊരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന എമ്മിന് p കോൺഗ്രുവൻറ്റ് - 1 mod 4 എന്നൊരു പ്രൈം ഫാക്ടർ ഉണ്ടാവരുത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഫോമാറ്റിലുള്ള പ്രൈംസ് ഏതൊക്കെയെന്ന് നോക്കി നോക്കാം. p കോൺഗ്രുവൻറ്റ് - 1 mod 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ എമ്മിന് 3 എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ, 3 എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം p കോൺഗ്രുവൻറ്റ് - 1 mod 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആയിരിക്കണം റിമൈൻഡർ. അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് p -1 കൊണ്ട് വന്നു കഴിഞ്ഞാൽ p+1 മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പ്രൈംസ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. 3 ഇത് സാറ്റിസ്ഫൈ ചെയ്യും, 7 11 19 23. ഇതിൻ്റെ ഇടയിലുള്ള 13 പറ്റില്ല, 13 + 1 മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ p കോൺഗ്രുവൻറ്റ് - 1 mod 4 ആണ്. ഇവരുടെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഇവരൊന്നും ഡിവൈഡ് ചെയ്യാത്ത എം വാല്യൂസ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എൻ വാല്യൂ നിങ്ങൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കെ 4n - 1 3 - 4m² ഉണ്ടല്ലോ, അതിൽ എൻ വാല്യൂ നിങ്ങൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എം വാല്യൂസ് ഇവരുടെ മൾട്ടിപ്പിൾസ് ആവരുത്. അത്രയേ ഉള്ളൂ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫാണ് വേണ്ടത്. പ്രൂഫ് ലെങ്തി ആയിട്ടൊക്കെ തോന്നും. ഓക്കെ, ഞാൻ വൃത്തിയായി ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ കെ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിലെടുത്ത് കെ ഞാൻ ചൂസ് ചെയ്തു. അതായത് k = 4n - 1 3 - 4m², വേർ m and n are integers such that no prime p കോൺഗ്രുവൻറ്റ് - 1 mod 4 divides m. ഓക്കെ, അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കെ എടുത്ത് നോക്കി. നമ്മുടെ ഫൈനലായിട്ട് വേണ്ട എന്താ, ഈ ഡയഫിൻ്റെ ഇക്വേഷൻ. അങ്ങനത്തെ ഒരു കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയഫിൻ്റെ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കെ എടുത്ത് വെച്ചു. ആദ്യം അത് ചെയ്യാം. തീരത്ത് അതേ ഡയലോഗാണ്. ഇനി ഓക്കെ, p കോൺഗ്രുവൻറ്റ് - 1 mod 4 ഡിവൈഡ്സ് m അല്ലേ. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത്, അങ്ങനത്തെ പ്രൈം പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ p കോൺഗ്രുവൻറ്റ് - 1 mod 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആയിരിക്കണം റിമൈൻഡർ. അപ്പോൾ പിയുടെ ഫോമാറ്റ് എന്തായിരിക്കണം? പിയുടെ ഫോമാറ്റ് 40 - 1 അല്ലെങ്കിൽ 4k - 1. ഇവിടെ k ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനൊരു ലെറ്റർ കൊടുത്തുന്നില്ല, നിങ്ങൾക്ക് ഏത് ലെറ്ററും കൊടുക്കാം. പിയുടെ ഫോമാറ്റ് ഇങ്ങനെ ആവുന്ന ഒരു പ്രൈം ഫാക്ടർ ഉണ്ടായിരിക്കരുത്. ഓക്കെ, ഈ ഫോമാറ്റിലുള്ള ഒരു പ്രൈം എമ്മിനെ ഡിവൈഡ് ചെയ്യരുത് എന്നാണ് അവരുടെ ഡിമാൻഡ്. ഓക്കെ, p = 40 - 1 ആ ഫോമാറ്റ്. എം ഡസ് നോട്ട് ഹാവ് എ പ്രൈം ഫാക്ടർ ഇൻ ദ ഫോം 40 - 1. ഞാൻ ഇതിന് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് അവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി കെ
എന്താണ് നമ്മൾ എടുത്തുള്ളത്? 4n - 1 ഹോൾ ക്യൂബ് മൈനസ് 4m². ഞാൻ ആ a - b ഹോൾ ക്യൂബ് വെച്ചിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്താണ് കേട്ടോ ഇവിടെ. a - b ഹോൾ ക്യൂബ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³. ഓക്കെ, ഇതാണ് a - b ഹോൾ ക്യൂബ് കേട്ടോ, മൈനസ് 4m². അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കി നോക്കൂ, ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇതും 4ൻ്റെ മൾട്ടിപ്പിൾ, കാരണം ഇതിനകത്തൊരു 4 വരുന്നുണ്ടല്ലോ. ഈ ടേം 4ൻ്റെ മൾട്ടിപ്പിൾ ആവും, ഈ ടേം 4ൻ്റെ മൾട്ടിപ്പിൾ ആവും, ഈ ടേമും 4ൻ്റെ മൾട്ടിപ്പിൾ ആവും, ഇതും 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി ഒരു -1³ അല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ 1 2 3 4 ടേമിനെയും ചേർത്തിട്ട് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഒന്ന് ജനറലായിട്ട് എഴുതാമല്ലോ. ഒരു -1 അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് k = 4n - 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താ? 4 കൊണ്ട് 4ൻ്റെ മൾട്ടിപ്പിൾ -1, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, k കോൺഗ്രുവൻറ്റ് ടു -1 mod 4. ഈ p ആയിട്ട് കണക്ട് ചെയ്തിട്ട് കേട്ടോ നിങ്ങളിപ്പോൾ. അപ്പോൾ kയുടെ വാല്യൂ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു -1 mod 4. നമ്മൾ ആദ്യം ക്ലെയിം ചെയ്ത് വെക്കുന്നത് ഇതാണ്, kയുടെ വാല്യൂ കോൺഗ്രുവൻറ്റ് ടു -1 mod 4. നമ്മളിത് ഇനി യൂസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡയഫൻറ്റിന് ഇക്വേഷൻ എടുക്കുക, y² = x³ + k. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടതിന് സൊല്യൂഷൻ ഇല്ല എന്നാ. സപ്പോസ് ഇതിന് സൊല്യൂഷൻ ഉണ്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണ്. y² = x³ + k ഹാസ് ഇൻറ്റിജർ സൊല്യൂഷൻസ്. നമുക്ക് എക്സും വൈ അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് എടുക്കാം. സൊല്യൂഷൻ ഉണ്ടെന്ന് എടുത്തു, കോൺട്രഡിക്ഷൻ കിട്ടും ലാസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ y² = x³ + k ഞാൻ മോഡുലോ 4 അപ്ലൈ ചെയ്യാം. കോൺട്രഡിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മൊത്തം. അപ്പോൾ മോഡുലോ 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മോഡുലോ 4 അപ്ലൈ ചെയ്ത് കാണിച്ചു. ഇനി kയുടെ വാല്യൂ ഫസ്റ്റ് /1 നമ്മൾ കൊടുത്തിരുന്ന മോഡുലോ 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ kയുടെ വാല്യൂ -1 ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. k കോൺഗ്രുവൻറ്റ് -1 mod 4 ആയതുകൊണ്ട് kക്ക് പറഞ്ഞാൽ -1 കൊടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇത് ഞാൻ യൂസ് ചെയ്യും. y² കോൺഗ്രുവൻറ്റ് ടു x³ -1 mod 4. ഇനി നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ x മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 4 എന്നാണ് നമ്മൾ അടുത്ത ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 2 സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ x മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 4. ഇനി നമുക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ഏതൊരു സ്ക്വയർ എടുത്തോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ 0 ആയിരിക്കും റിമൈൻഡർ, അല്ലെങ്കിൽ 1 ആയിരിക്കും റിമൈൻഡർ. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2n ആയിരിക്കും, അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4n² വരും അല്ലേ. അപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഇനി ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2n + 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിയായിരിക്കും നല്ല 4n² + 4n + 1 ഈ രൂപത്തിലാണ് വരിക. ഓക്കെ, അപ്പോഴും റിമൈൻഡർ എന്താ വരിക? 1 വരിക. അപ്പോൾ ഒരു സ്ക്വയറിനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 0 ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ പ്രൂഫിൽ എഴുതി കൊടുക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് എഴുതുകയാണെങ്കിൽ നല്ലത് y² കോൺഗ്രുവൻറ്റ് 0 or 1 mod 4. നിങ്ങളുടെ ഇവിടെ y² അല്ലേ. അപ്പോൾ ഒരു സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 or 1 വരുള്ളൂ. സോ നമുക്ക് എഴുതാം y² മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു 0 or 1 mod 4. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പറയാമല്ലോ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇതാണ് കേട്ടോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, x കോൺഗ്രുവൻറ്റ് 1 mod 4. അതിലേക്ക് ഹെൽപ്പ് ആവും ഇത്. ഇനി x കോൺഗ്രുവൻറ്റ് 1 mod 4 എന്ന് പ്രൂവ് ചെയ്യാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പോസിബിലിറ്റി ഉള്ളത്. ഒന്നുകിൽ കോൺഗ്രുവൻറ്റ് 0 mod 4, അല്ലെങ്കിൽ 1 mod 4, അല്ലെങ്കിൽ 2 mod 4, അല്ലെങ്കിൽ 3 mod 4. ഈ 4 പോസിബിലിറ്റി അല്ലേ ഉള്ളത്. അപ്പോൾ അത് 1 mod 4 മാത്രമേ ആവുള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് x ഈവൻ ആണെന്ന് കരുതാം. നിങ്ങളെടുത്ത x ഈവൻ ആണെന്നുണ്ടെങ്കിൽ x³ കോൺഗ്രുവൻറ്റ് 0 mod 4 ആയിരിക്കും. കാരണം x ഈവൻ ആണെന്നുണ്ടെങ്കിൽ x 2n ആയിരിക്കും. അപ്പോൾ x³ പറഞ്ഞാൽ 8n³ ആയിരിക്കും. അപ്പോൾ എന്തായാലും 4ൻ്റെ മൾട്ടിപ്പിളേ ആവുള്ളൂ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ. ഒരു ഈവൻ നമ്പറിൻ്റെ ക്യൂബ് എന്തായാലും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ x³ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് 0 mod 4. ഓക്കെ, x³ കോൺഗ്രുവൻറ്റ് 0 mod 4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ 0 എന്ന് ഇട്ട് കൊടുത്ത് നോക്കാം x³ പകരം. അപ്പോൾ എന്താ വരിക? ഫ്രം 2 y² = 0 - 1 വരിക. അതിൽ x³ അവരെ 0 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ y² കോൺഗ്രുവൻറ്റ് ടു -1 mod 4. നമ്മൾ പറഞ്ഞു y² മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ടു ഒന്നുകിൽ 0 mod 4 അല്ലെങ്കിൽ 1 mod 4. അപ്പോൾ ഇത് നടക്കുമോ? ഇല്ല. അതായത് x ഒരിക്കലും ഈവൻ ആവാൻ പറ്റില്ല. വിച്ച് കോൺട്രഡിക്ട്സ് 3. അതായത് y² ഒരിക്കലും കോൺഗ്രുവൻറ്റ് ടു -1 mod 4 ആവില്ല. അതുകൊണ്ട് ഇത് നടക്കില്ല. x ഇസ് നോട്ട് ആൻ ഈവൻ നമ്പർ. x ഒരിക്കലും ഈവൻ നമ്പർ ആവാൻ പറ്റില്ല. x ഈവൻ നമ്പർ ആവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? x ഇസ് നോട്ട് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 ആയിരിക്കും റിമൈൻഡർ വരിക, അല്ലെങ്കിൽ 2 ആയിരിക്കും റിമൈൻഡർ വരിക. അപ്പോൾ ഈവൻ അല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, നോട്ട് കോൺഗ്രുവൻറ്റ് 0 mod 4, നോട്ട് കോൺഗ്രുവൻറ്റ് 2 mod 4. നമ്മുടെ പോസിബിലിറ്റീസ് ആകെ 0 1 2 3 ഉള്ളത്. അതിൽ 0 ആവില്ല എന്ന് പ്രൂവ് ചെയ്തു, 2 ആവില്ല എന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 3 കൂടെ ആവില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇനി സപ്പോസ് x കോൺഗ്രുവൻറ്റ് 3 mod 4 എന്ന് എടുത്ത് നോക്കാം. എന്താ പ്രശ്നം നോക്കി നോക്കാം. ഇതും കൂടെ അല്ലാന്ന് കാണിക്കണേ. അപ്പോൾ x കോൺഗ്രുവൻറ്റ് 3 mod 4 ആണെന്നുണ്ടെങ്കിൽ
3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലർ 4ൽ -1 അല്ലേ, എക്സ് കോൺഗ്രുവൻറ്റ് -1 മോഡ് 4 എന്ന് പറയാം. അപ്പോൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് കോൺഗ്രുവൻറ്റ് -1 ക്യൂബ് -1 തന്നെയല്ലേ, -1 മോഡ് 4 തന്നെയാവും. ഈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് 2 ഇട്ട് കൊടുത്ത് നോക്കാം. അതായത് ഇതിൽ എക്സ് ക്യൂബിൻ്റെ സ്ഥാനത്ത് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, വൈ സ്ക്വയർ കോൺഗ്രുവൻറ്റ് -1 മോഡ് 4 അല്ലേ, ഇത് -2 മോഡ് 4 വരും. 2ൽ അത് കൊടുത്തു കഴിഞ്ഞാൽ വൈ സ്ക്വയർ കോൺഗ്രുവൻറ്റ് -1 മോഡ് 4 വരും. വൈ സ്ക്വയർ കോൺഗ്രുവൻറ്റ് -2 മോഡ് 4. നമ്മൾ പറഞ്ഞു വൈ സ്ക്വയർ മസ്റ്റ് ബി കോൺഗ്രുവൻറ്റ് ഒന്നുകിൽ 0 മോഡ് 4 അല്ലെങ്കിൽ 1 മോഡ് 4 അല്ലേ. അപ്പോൾ ഇത് നടക്കൂലല്ലോ, ഇതും പറ്റില്ല. സോ 3യും വരില്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ. അപ്പോൾ എക്സ് നോട്ട് കോൺ ടു 3 മോഡ് 4 എന്നുള്ളതായി 4 പോസിബിലിറ്റി ഉള്ളത്. അതിൽ 0 പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് എക്സ് കോൺഗ്രുവൻറ്റ് 1 മോഡ് 4. അപ്പോൾ ഈ ക്ലെയിം അവിടെ ആയി. ഇതിനി ആവശ്യമുണ്ട്. ശരി, ഇനി കെയിലേക്ക് തന്നെ തിരിച്ചു വരാം. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n - 1 ഹോൾ ക്യൂബ് -4m² ആയിരുന്നു. അതിൽ ഞാൻ 4n - 1 എ എന്നിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, കെ ഈക്വൽ ടു എ ക്യൂബ് -4m². അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എ ഈക്വൽ ടു 4n - 1 എന്ന് എടുക്കുക ചെയ്തത്. അപ്പം എ ക്യൂബ് ഈക്വൽ ടു കെ ഈക്വൽ ടു എ ക്യൂബ് -4m² എന്നായി. നമ്മുടെ ഡയഫറൻറ്റ് ഇക്വേഷനിൽ എന്തായിരുന്നു, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് കെ ആയിരുന്നു. അതിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എ ക്യൂബ് -4m² എന്ന് വരും. ഞാൻ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊന്നും ചെയ്തില്ല. ഇനി ഇതിൽ 4m² ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ വരിക, വൈ സ്ക്വയർ പ്ലസ് 4m² എന്നാവും. ഓക്കെ, വൈ സ്ക്വയർ പ്ലസ് 4m² ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എ ക്യൂബ്. ഇനി നിങ്ങൾ ചെറിയ ക്ലാസ് തന്നെ പഠിച്ചിട്ടുണ്ടാവും, എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2ab ഇല്ല, എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എക്സ് ക്യൂബ് പ്ലസ് എ ക്യൂബിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ, ഈ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. അതായത് വൈ സ്ക്വയർ പ്ലസ് 4m² ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ടപ്പെട്ട് ക്ലെയിം ചെയ്താണ് എക്സ് കോൺഗ്രുവൻറ്റ് 1 മോഡ് 4. അതുപോലെ നമ്മൾ എ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താ, 4n - 1. അപ്പോൾ 4n - 1 മോഡുലർ 4 ആണ് നമ്മൾ മുഴുവൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 4n - 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ -1 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് പറയാം, എ കോൺഗ്രുവൻറ്റ് -1 മോഡ് 4 എന്ന് പറയാം. അതായത് എക്സ് കോൺഗ്രുവൻറ്റ് 1 മോഡ് 4 നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ എ കോൺഗ്രുവൻറ്റ് -1 മോഡ് 4, ഈ 4n - 1 എഴുതണം നിർബന്ധമില്ല കേട്ടോ. എ കോൺഗ്രുവൻറ്റ് -1 മോഡ് 4 എന്നും എഴുതാമല്ലോ. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ഇതിലാകെ എക്സും എയും അല്ലേ ഉള്ളൂ. അപ്പോൾ മോഡുലർ 4 വെച്ചിട്ട് ഞാനിത് മാറ്റാൻ പോവാം. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ ഒന്ന് ഈ മോഡുലർ 4 വെച്ചിട്ട് ചെയ്യാൻ പോവാം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു മോഡുലർ 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്തായി മാറും, 1 ആയി മാറും. അപ്പോൾ 1 സ്ക്വയർ എന്ന് കൊടുത്തു, മൈനസ് എ എന്താവും, -1 ആവും, -1 എന്ന് കൊടുത്തു, എക്സ് 1. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ, അതായത് -1 സ്ക്വയർ മോഡുലർ 4 കൊടുക്കണം. അപ്പോഴാണ് 1 -1 ആവുക. അപ്പോൾ 1 സ്ക്വയർ 1, -1 ഇൻറ്റു 1 -1 പ്ലസ് ആയിപ്പോയി, -1 സ്ക്വയർ 1 ആയി. അപ്പോൾ 1 + 1 + 1 3 മോഡുലർ 4 കിട്ടും. മോഡുലർ 4ൽ 3 എന്താ, -1 ആണ്. ഇൻ ഷോർട്ട് എനിക്ക് പറയാം എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 4 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -1 റിമൈൻഡർ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 4m - 1 ഫോർ സം m ബിലോങ്സ് ടു z. പറഞ്ഞൂടെ, ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ -1 ഈ ഫോമാറ്റ് ആയിരിക്കും. റിമൈൻഡർ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാമല്ലോ, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് സ്ക്വയർ എ എക്സ് പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4m - 1 എന്നുള്ള ഫോമാറ്റിലായിരിക്കും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ജനറൽ ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 4k - 1 അല്ലെങ്കിൽ നമ്മൾ 4m - 1 എന്നല്ലേ, അതായത് അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 15 4ൻ്റെ മൾട്ടിപ്പിൾ നിന്ന് ഒന്ന് കുറച്ച രീതിയിലൊരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഈ ഫോമാറ്റിലുള്ള ഒരു പ്രൈം ഉണ്ടായിരിക്കും. 15നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്തു, 3 × 5, അതിൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമാറ്റിലുള്ള നമ്പറാണ്. ഞാൻ K1 എന്നാട്ടോ കൊടുത്തിരിക്കുന്നത്, 4k1 - 1. നിങ്ങൾക്ക് T എന്ന് കൊടുക്കാം. ഞാൻ ഈ K1 കൊണ്ട് കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ T എന്ന് എന്തെങ്കിലും കൊടുത്താൽ ഏതെങ്കിലും ലെറ്റർ കൊടുത്താൽ മതി. കാര്യം എത്രയേ ഉള്ളൂ, ഈ രൂപത്തിലൊരു ഇൻറ്റിജർ നിങ്ങളെടുത്താൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഈ രൂപത്തിലുള്ള അതേ സെയിം ഫോമാറ്റിലുള്ളൊരു പ്രൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 23 എടുത്തു വരുന്നത്, 23ന് ചെയ്യാൻ പറ്റില്ല അല്ലേ, പ്രൈമാണ്, മൊത്തത്തിൽ പ്രൈം ആയിപ്പോയി. വേറെ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പം 11 വേണ്ട, ഒരു
39 എടുത്തു എഴുതാം. 3 ഇൻറ്റു 13 ആണ്. അവിടെയും 3 വന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രൂപത്തിലൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലൊരു പ്രൈം അതിനകത്ത് ഉണ്ടാവും, ഫാക്ടറൈസേഷനിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാൻ കാരണം നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് x² - ax + a² = 4m - 1 എന്നാണ്. അതായത് ഈ രൂപത്തിലുള്ള നമ്പറാണ് x² - ax + a² എന്ന് കിട്ടി. വിച്ച് മീൻസ് ഈ പറഞ്ഞ റിസൾട്ട് പ്രകാരം ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. ദർ എക്സിസ് എഴുതുകയാണെങ്കിൽ നല്ലത്, എന്നാൽ തിയറം പക്ക പെർഫെക്റ്റ് ആവും. ദർ എക്സിസ് അറ്റ്ലീസ്റ്റ് 1 പ്രൈം ഇൻ ദ ഫോം 4k1 - 1 ടീന്ന് കൊടുത്താൽ മതിയിരുന്നു അല്ലേ. ഓക്കെ, ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമാറ്റിൽ തന്നെയുള്ള ഒരു പ്രൈം അതിനകത്ത് ഉണ്ടാവും. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, x² - ax + a² നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൈമെങ്കിലും ഈ ഫോമാറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാം. ദർ ഇസ് എ പ്രൈം p സച്ച് ദാറ്റ് ഈ ഫോമാറ്റിലൊരു പ്രൈം ഉണ്ടായിരിക്കും. ഈ ഫോമാറ്റിലെ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 റിമൈൻഡർ കിട്ടുന്ന പ്രൈം p കോൺഗ്രുവൻ്റ് ടു -1 mod 4 ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രൈം ഉണ്ടായിരിക്കും. ആ പ്രൈമിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ x² - ax + a² പ്രൈം ഫാക്ടറൈസേഷനിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നല്ലേ അല്ലേ. ഓക്കെ, ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ളൊരു പ്രൈമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈം p എന്ന പ്രൈം x² - ax + a² ഡിവൈഡ് ചെയ്യുന്നല്ലേ. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ്, p ഡിവൈഡ്സ് x² - ax + a² വേർ p ഈസ് ഓഫ് ദ ഫോം 4k1 - 1 അല്ലെങ്കിൽ p കോൺഗ്രുവൻ്റ് ടു -1 mod 4. ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ x² - ax + a² ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + a × x² - ax + a² ഡിവൈഡ് ചെയ്യുമല്ലോ. എടാ ഇതിനെ ഡിവൈഡ് ചെയ്യും, പിന്നെയാണോ അതിൻ്റെ ഒരു മൾട്ടിപ്പിളിനെ? നമുക്ക് ഈ സാധനം നമ്മൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. അതെ, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ p x² - ax + a² ഡിവൈഡ് ചെയ്യുമെങ്കിൽ p x + a × x² - ax + a² ഡിവൈഡ് ചെയ്യും. ഓക്കെ, പിൻ്റെ ഫോമാറ്റ് 4k1 - 1. ഇനി അതെന്തായിരുന്നു? 4 എന്ന ഇക്വേഷൻ എന്തായിരുന്നു? y² + 4m² = ഞാൻ തൊട്ട് പിന്നെ കാണിച്ചത് ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിന് പകരം ഇത് എഴുതാമല്ലോ. അപ്പോൾ p ഡിവൈഡ്സ് y² + 4m² എന്ന് പറയാം. പിയുടെ ഫോമാറ്റ് ഇതാണ്. ഞാൻ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്, അത് ആവശ്യമുണ്ടേ. ഓക്കെ, കോൺട്രഡിക്ഷനിലേക്ക് എത്താനായി. y² + 4m² ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രുവൻ്റ് 0 mod p എന്നല്ലേ. p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്നല്ലേ. അപ്പോൾ y² ഈ കോൺഗ്രുവൻ്റ് ടു ഈ 4m² കൊണ്ടുപോയി -4m² mod p എന്നല്ലേ. ഈ ഫോമാറ്റിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. x² കോൺഗ്രുവൻ്റ് ടു n mod p എന്ന കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വിച്ച് മീൻസ് n ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p. ഇവിടെയാണ് ആ റെസിഡ്യൂ ഒക്കെ വരുന്നത്. ഓക്കെ, n ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു y അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്തുള്ളത് ഇതല്ലേ, പിയുടെ സ്ഥാനത്ത് p തന്നെ. അപ്പോൾ ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ NRP ആയിരുന്നു. അപ്പോൾ ലെജൻഡറി സിമ്പിൾ n/p എന്തായിരുന്നു? NRP ആണെങ്കിൽ 1 ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട്, അങ്ങനെ ഒരു y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? n ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p. n ആയിട്ടുള്ളത് -4m² ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p ആണ്, NRP ആണെന്നുണ്ടെങ്കിൽ n/pൻ്റെ വാല്യൂ, ലെജൻഡറി സിമ്പിൾ ഇവിടെ ലെജൻഡറി സിമ്പിളാണ് കേട്ടോ. ലെജൻഡറി സിമ്പിൾ -4m²/p = 1 ആയിരിക്കുമല്ലോ. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇവിടെ p എന്താണ്? പിയുടെ ഫോമാറ്റ് എന്താണ്? 4k - 1 അല്ലെങ്കിൽ 4t - 1. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഒരു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് എമ്മിന് 4t - 1 എന്ന ഫോമാറ്റിലുള്ളൊരു പ്രൈം ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിവിടെ കേട്ടോ, ഈ 5 ഇവിടെ നിൽക്കട്ടെ, നിങ്ങളിവിടെ മൈൻഡ് ചെയ്യണ്ട. എം ഡസ് നോട്ട് ഹാവ് എ പ്രൈം ഫാക്ടർ ഇൻ ദ ഫോം 4t - 1 അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമ്മിന് അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ m² ഉണ്ടാവില്ലല്ലോ, ഉറപ്പായിട്ടുണ്ടാവില്ല. ഓക്കെ, എം ഡസ് നോട്ട് ഹാവ് എ പ്രൈം നമ്പറാണത്. ഈ ഫോമാറ്റിലുള്ളൊരു പ്രൈം ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ m² ആ ഫോമാറ്റിലുള്ള പ്രൈം ഫാക്ടർ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ m² ഒരിക്കലും pനെ ഡിവൈഡ് ചെയ്യില്ലല്ലോ. പിയുടെ ഫോമാറ്റ് അതാണ്. നമ്മൾ 4k1 - 1 അല്ലെങ്കിൽ 4t - 1 എന്നുള്ള ഫോമാറ്റാണ്.
നമുക്കൊരു കാര്യം ദി എം സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ് പീസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എമ്മിന് 40-1 അല്ലെങ്കിൽ 4k-1 എന്നുള്ള ഫോമാറ്റിലുള്ള പ്രൈം ഇല്ല, അല്ലെങ്കിൽ പ്രൈം ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ എം സ്ക്വയറിനും ഉണ്ടായിരിക്കില്ല. ഇൻ ഷോർട്ട്, എം സ്ക്വയർ അല്ലെങ്കിൽ പി ഡസ് നോട്ട് ഡിവൈഡ് എം സ്ക്വയർ. എം സ്ക്വയർ ബൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയി പോവില്ല എന്ന് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. 5ൽ ഞാൻ -4m²/p=1 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡലും ആണെന്നുള്ളതുകൊണ്ട് ഇനി ഞാനത് ജസ്റ്റ് നമ്മുടെ ലെജൻഡറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. -4m²/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. -4/pയും m²/pയും. m²/p അവിടെ നിൽക്കട്ടെ. -4/pനെ ഇനി സ്പ്ലിറ്റ് ചെയ്യാം. -1/p, 4/p, m²/p അല്ലേ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് 1 ആക്കി കളയാം. അതായത് -1/p, 4ന് എനിക്ക് 2²/p എന്ന് എഴുതാം. m²/p അവിടെ ഇരിക്കണേ. മുമ്പൊരു പ്രോബ്ലത്തിലും തിയറത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വയർ ടേം വന്നു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. കാരണം ഒരേ സാധനത്തിന് വേണ്ടി 2/p അല്ലേ വരുന്നത്. 1 × 1 1, -1 × -1 രണ്ടായാലും 1 തന്നെയാണ്. അപ്പോൾ ഇതും 1 ആയി പോവും, ഇതും 1 ആയി പോവും. ഈ ടേം 0 ആവില്ല എന്ന് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം -1/p × 1 × 1 വരും. നമുക്ക് -1/p കാണാനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? -1p−1/2. അപ്പോൾ എനിക്ക് -1p−1/2 എന്ന് എഴുതാം. പീൻ്റെ ഫോമാറ്റ് നമ്മൾ കുറേ തവണ എഴുതി. പീൻ്റെ ഫോമാറ്റ് എന്താ? 4k1-1 അല്ലെങ്കിൽ 4k- 40-1 എന്ന് എഴുതിയാലും മതി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? 4k1-1-1/2. 4k1-1-1 4k-1 അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2k1-1, അതായത് ഒരു ഓഡ് നമ്പർ ആയി പോവില്ലേ. അപ്പോൾ -1 ഓഡ് നമ്പർ -1 കിട്ടിയത്. എന്താ ഇപ്പോൾ വന്നത്? -4m²/pൻ്റെ വാല്യൂ -1 എന്നാണ് കിട്ടിയത്. ഇവിടെയോ 1 എന്ന് കിട്ടിയത്, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഈസ് ഫാൾസ്, ഹെൻസ് ദ പ്രൂഫ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സംഭവം ലെങ്ത് ആയി ഫീൽ ചെയ്യാം. നിങ്ങൾ എഴുതി നോക്കിയാൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്.